സത്യത്തിൽ നമ്മുടെ നഗരപാലിക നിയമം ത്രിതല പഞ്ചായത്തിൻ്റെ സംവിധാനങ്ങളിൽ മൂപ്പൻ സംവിധാനമാണ്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജയിച്ച, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ 56 ഡിവിഷനാണെങ്കിൽ 56 ഡിവിഷനിൽ ജയിച്ച ആളുകൾ ചേർന്നിട്ടാണ് അവിടെ ഭരണം നടത്തേണ്ടത്. അതിൽ സ്പീക്കർ പോലെയുള്ള തസ്തികകളില്ല. അതായത് വേറൊരു ഭരണകക്ഷി പ്രതിപക്ഷമൊന്നുമില്ല. ഒറ്റ ഇതേ ഉള്ളൂ. അധ്യക്ഷനായിരിക്കും പ്രസിഡന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ചെയർമാനോ മേയറോ ആരാണെങ്കിലും അവർ. ഇവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരു കൗൺസിലിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനുഭവമെങ്കിലും ഉണ്ടാവണം. ഇപ്പോൾ തൃശ്ശൂരത്തെ ആരോപണം പണം കൊടുത്ത മേയർ സ്ഥാനം കിട്ടുന്നതാണ്. കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്കറിയാം ഈ പണികളൊക്കെ അവർ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ കോൺഗ്രസ് മുക്ത ഭാരത് നിൽക്കുന്നത് കൊണ്ടാണ് ഇവരുടെ അഴിമതികൾ അധികം കേൾക്കാത്തത്. ഇപ്പൊ കുറച്ച് സാധ്യത ഇപ്പോൾ അവർക്ക് വന്നു, അപ്പോഴേക്കും മേയർ സീറ്റ് കച്ചവടമായി, ഇനിയും മന്ത്രി സീറ്റ് കച്ചവടമാവും. അത് കഴിഞ്ഞ ഓരോ പൊസിഷനുകളിലേക്കും ആൾക്കാരെ കാശ് കൊടുത്ത് സെറ്റ് ചെയ്യും. ആ മേടിച്ച കാശ് കൊടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾ ഇലക്ഷന് പുറമെയാണ് ഈ കാശൊക്കെ ചെലവാക്കിയിട്ടുണ്ടാവുക. അയാളത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ബാറ്റുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുറെ കുംഭകോണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ അവരെ ഒതുക്കി നിർത്തിയത്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലാണോ നമുക്ക് ശരിക്കും പറഞ്ഞ നിയമസഭ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? മോശമായിപ്പോ. രാജ്യം നശിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല.